Hi everyone, welcome to I Just React and Review. My name is Ashmita and I hope you all are doing well today, guys. And I will be continuing the reaction for the Tera Para series. And today I will be reacting to 3 episodes, 11th, 12th, and 13th. And in the 10th episode, last what we saw was that Francis had entered their house like a boss, and we do not know what is going to happen now, what is the conversation that is going to happen. And a fair warning because heavy rains are going on right now. So if there are abrupt pauses, please know that then there was a power cut and the Wi-Fi got cut basically. So I hope there are no power cuts and I can just shoot this entire reaction at one go. But yeah, I just thought of giving that disclaimer out, and that is why I'm sitting also here, because the usual place where I sit is extremely dark. So yeah, let's just start this reaction. I will of course put the timestamps in the description box for you guys, so you can watch this at one go or you can go to your favorite episode reaction. So we will start from episode 11. Let's go. That's the starting music. Now that's also stuck in my head. Okay, let us begin. Original Ravanan. ഫ്രാൻസിസ് ആദ്യമായിട്ട് വീട്ടിലോട്ട് വന്നതല്ലേ, ചായ എടുക്കാം. ലോല ജില്ല വിട്ട് അതങ്ങനെ വരത്തുള്ളല്ലോ. കുലുക്കി സർബത്ത് മതിയോ? അതാകുമ്പോൾ ഇവൻ അടിച്ചു തരും. നാരങ്ങയില്ലേ? ആ, അതാ നല്ലത്. ഫ്രാൻസിസ് ആകുമ്പോൾ അങ്ങ് ഇപ്പം അങ്ങ് കഴിയുമല്ലോ, അതങ്ങ് തീരുമല്ലോ. എന്താന്ന് വെച്ചാൽ തന്നിട്ട് അങ്ങ് പൊക്കോ. പനി എങ്ങനുണ്ട്? പനി എങ്ങനുണ്ട്? നീ ഇവന്റെ ആരോഗ്യമൊക്കെ നന്നായിട്ട് നോക്കണം കേട്ടോ. ഞാൻ നോക്കുന്നുണ്ട്. മരുന്ന് വല്ലതും കഴിച്ചായിരുന്നു? ആവി പിടിച്ചായിരുന്നു. പോരാ, ഇന്നത്തെ പനിക്ക് ആവി പിടിച്ചാ പോരാ, ആന്റിബയോട്ടിക് തന്നെ കഴിക്കണം. Why such a change of heart? കാശിന്റെ ത്രാസിലാണോടാ എന്റെ സ്നേഹം നിങ്ങൾ അളക്കുന്നത്? കാശ് പോയി, ആരോഗ്യമൊക്കെ രണ്ടുപേരും നോക്കണം. ഒരു സെക്കൻഡ്, പനി പെട്ടെന്ന് കുറഞ്ഞു. Even I think I'm hallucinating. ഫ്രാൻസിസ് തന്നെ അല്ല തല്ലണില്ലേ? അങ്ങനെയാണോടാ നീയൊക്കെ എന്നെ മനസ്സിലാക്കി വെച്ചേക്കുന്നത്? മനുഷ്യനല്ലടാ, മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും. ഇവനെ നിങ്ങൾ കണ്ടോ? ഇവൻ ആരാ നിങ്ങൾക്ക് അറിയാവോ? ശംഭു. രാവണൻ, തനി രാവണൻ. 10 തലയാ, അതിലൊരു തല ഞാനിന്ന് കണ്ടു. എന്റെ പൊന്നു ഫ്രാൻസിസ്, ചക്കന്മാർ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ What was Shambhu's idea? ഞാനെന്നാ പോയേക്കുവാ. ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിക്കണം. എന്റെ നമ്പർ നിന്റെ ഉണ്ടല്ലോ അല്ലേ? അന്ന് തല്ലാൻ വിളിച്ച നമ്പറല്ലേ? ആ നമ്പറിൽ വിളിച്ചാൽ മതി. പോട്ടെ പോട്ടെടാ ശംഭു. How did this happen? ഭയങ്കര കോമഡിയാണ്. കൂടെ കൂടി ഇന്നലത്തെ ഉപ്മാവല്ലേടാ? അല്ല ഇവൻ ശംഭു ലോലനെ പൊക്കണേ അവനിത്തിരി പുളിക്കും. ിരിക്കുന്നടി കൊച്ചു കള്ളി. ഞാൻ പനിക്കൂർക്ക പറിക്കാനായിട്ട് ഇവിടെ. നമുക്ക് ഇതുവരെയുള്ള എല്ലാം മറക്കാം. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം നീ കേക്കോ? ഇനിയും തൊട്ടേ അർച്ചനെ നീ നിന്റെ സ്വന്തം സഹോദരിയെ പോലെ കാണണം. അമ്മയായിട്ട് ഞാൻ കണ്ടോളാം. മിടുക്കൻ. അതുപോലെ നീ ശംഭുവിനോട് പറയണം, എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്ന്. എന്നെ കൊണ്ട് കുഴി ചാടിക്കല്ലെന്ന് നീ അവനോട് പറയണം. പറയാം. എന്താ പറയും? ശംഭു കുഴിയിലെടുത്ത് ചാടല്ലെന്ന്. എന്താ ചെയ്യാന്ന് പറഞ്ഞ? പനിക്കൂർക്ക പറിക്കുക. Oh, now Shambhu has become the hero, huh? അടങ്ങ്. ഉപ്മാവ് ബാക്കിയൊന്നും വെച്ചില്ലല്ല. നല്ല വിഷമുണ്ട്, കഴിച്ചിട്ട് പറയാം. നിക്കവിടെ. Oh, he's taking power now. നീ മര്യാദക്ക് കഥ പറഞ്ഞേ. ആഹാ, ഏത് മാളത്തിൽ പോയി കിടക്കുമായിരുന്നു? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. എടാ ഫ്രാൻസിന്റെ കിളി പോടാ, എന്നോട് ഭയങ്കര സ്നേഹമൊക്കെ. നിന്നോട് നടക്കുമ്പോ കുഴിയിലൊക്കെ ചാടല്ലെന്ന് പറഞ്ഞു. കണ്ട എടാ, എന്തുവാടാ നീ ഉണ്ടാക്കി വിട്ടേക്ക്? നീ അവന്റെ അടുത്ത് പോയി എന്തോ പറഞ്ഞു? ഒന്ന് തെളിച്ച് പറയണ്ടേ ശംഭു? Yeah, I also want to know. രാവിലെ ഉപ്മാവ് കഴിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി.
മര്യാദയ്ക്ക് തിരിഞ്ഞു നിന്നോ, അല്ല വണ്ടി കയറ്റി ഞാൻ കൊല്ലും. ആഹാ, നീയായിരുന്നോ ശംഭു? നിങ്ങളെ നാലിലെ ആരെങ്കിലും ഒരുത്തിനെ വണ്ടി കയറ്റി കൊല്ലണം എന്നുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. അത് നീ ആയത് എന്തായാലും നന്നായി. നിനക്കിപ്പോ എന്നെ പിടിച്ചിടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര സൂപ്പറായിട്ട് തോന്നും. പക്ഷെ നാളെ നാട്ടുകാർ നീ പൊട്ടരാന്നും പറഞ്ഞ് മുദ്ര കുത്തും. ഐ എം വെൽ പ്രിപ്പയർഡ്. ശരി, പേടിപ്പിക്കും കാണട്ടെ. 4 കൊല്ലം മുമ്പ് നീ എൻ്റെ നിന്ന് തീട്രാക്കർ മേടിച്ചോണ്ട് പോയത് അർച്ചന അച്ചുവിൻ്റെ ഫോണിൽ കയറ്റാന്നാണ് എനിക്കറിയാം. അതെങ്ങനെ നിനക്കറിയാം? ആപ്പ് ഉണ്ടാക്കിയത് ഞാനാണ്. നിന്റെ നിന്ന് കാശ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കോയമ്പത്തൂര് പിള്ളേരുണ്ടാക്കിയതാന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അത് ഞാൻ മൊത്തം പോയി അവളോട് പറയും. അപ്പം നീ വെറുതെ സംശയരോഗി കൂടായിപ്പോന്ന് അവൾ അറിയും. എൻ്റെ 10 കൊല്ലത്തെ പ്രേമം മൊത്തം താറുമാറാവുകയും ചെയ്യും. ഉള്ളതേ സകല തെളിവിൻ്റെ അടുത്തുണ്ട്. ഭീഷണിയാണോ? ഭീഷണിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിന്റെ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടോ? എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മിടുക്കൻ. പോരാത്തതിന് ഇജാതി ഇല്ലീഗൽ. This is probably the chillest blackmail scene that I've seen. The chillest one. നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. പ്രേരണ കുറ്റത്തിന് നിനക്ക് 8ന്റെ പണി കിട്ടുകയും ചെയ്യും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പേടിക്കണം. പേടിക്കേണ്ടതാണ്. പേടിച്ചില്ലേ? പട്ടി പട്ടി എന്ത് ക്രൂരന്മാരാണ്. എന്റെ കൺമുണ്ടി വെച്ച് എന്റെ പെണ്ണിന്റെ കൈ കയറി പിടിച്ച് അത് ചോദിക്കാൻ വന്ന എന്നെ രാത്രി സംഘം ചേർന്ന് പട്ടിയെ തല്ല. I feel for Jeevan. So, yeah. Say what you will. തല്ലി. എന്നിട്ട് ഇപ്പൊ എന്റെ പ്രേമബന്ധോ തകർത്ത് എന്നെ ജയിലിൽ കയറ്റുമെന്ന് പറയുന്നോടാ. തീവ്രവാദികൾ പോലും ഇങ്ങനൊന്നും പറയത്തില്ലടാ, തെണ്ടികളെ. അത് നീ ഞങ്ങളെ ആളെ വിട്ട് തല്ലിക്കുന്നു പറഞ്ഞിട്ടല്ലേടാ? ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല. ഹലോ, 5 കിലോ 500 രൂപ. ആർക്കും കൊടുക്കണ്ട, മൊത്തമായിട്ട് ഞാൻ തന്നെ എടുത്തോളാം. So you had planned up the beating. പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? So original plan was to beat all these guys. Oh, what did he say? പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? അങ്ങനെയാണ് ഫ്രാൻസിസ് ഒരു ടട്ടഡാഷായത്. ഈ പൊളിയാണ്, വേറെ ലെവലാണ്, അന്യായമാണ്, മരണമാസം. അതുമാണ്. നീ ഇല്ലാതെ ഞങ്ങൾ പ്രോബ്ലം എല്ലാം സോൾവ് ആയ. പിന്നെ ഇത്ര നേരം പറയാം, നീ എന്തോ കണ്ടാ കേട്ടത്? എടാ പ്രശ്നമല്ല സോൾവ്. ഫ്രാൻസിസ് നമ്മുടെ കുപ്പിയിൽ. അയ്യോ, ഞാൻ എന്റെ ചേട്ടനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിന്? ഫ്രാൻസിസുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ. Who's the brother? അവന്റെ ചേട്ടനല്ല, വില കാട്ടുകോഴിയായിരിക്കും. ആന്ന്, നീ അങ്ങനോട് വിളിച്ചു പറ, വരണ്ടാന്ന് വിളിച്ചു പറ. ഹലോ ചേട്ടാ, ചേട്ടാ ഇറങ്ങണ്ട കേട്ടോ. Oh, who's the brother? I want to see now. ചേട്ടൻ ഇറങ്ങിന്ന്. അടിപൊളി. അടുത്ത Oh, he left, so we're gonna have him. Yes, I want to see who the brother is. I want to see who the brother is. I am guessing now, before we move on to the 12th one, is that maybe, Francis will plan something out to get these guys. Because, he originally he was planning to beat up all of them. So now he's going to plan something different. So I don't know. I mean, now he's scared, but I think that revenge angle is still going to come in the future. Let's see. Okay, 12th episode. Next problem. Is Lolan's brother going to be the next problem? New character entry. A pop song about Kerala. പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ല സമാധാനമുള്ളൊരു പ്രഭാതം. എത്ര നാളത്തിന്. Oh, this is like how they go from one problem to the another. എന്നാണ്? നീ ഇങ്ങോട്ട് വാ. ആരാ? ഇവിടെ വാടാ. നീ എന്താ കാര്യം? നീ ഇങ്ങോട്ട് വരൂ, അത് ഞാൻ അങ്ങോട്ട് വരണോ? ഇങ്ങോട്ടാണ് വന്നത്, ഞാൻ ഓടും. ഓടോടാ. ഇങ്ങോട്ട് വന്നാൽ ഞാൻ ഓടൂട്ടാ. നീ ഓടോടാ. നീ ഓടോടാ. എന്താ കാര്യം എന്ന് പറ. നീ എങ്ങോട്ടാണ് ഓടണത്? വാടാ ഇവിടെ. നിക്കടാ. 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 എടാ. Oh, is Francis his brother?
എന്റെ അനിയനെ Oh, Chapati got one. വാടാ ഇവിടെ. നീ എന്താണ് കാണിക്കുന്നത് ലോല? ലോലൻ മോനെ. Oh, Lolan is so Sikru is that one Jhapad. He's just gonna go to another planet if he gets a Jhapad like that. ചേട്ടൻ നിനക്ക് എന്താ കൊണ്ടുവന്നേക്കണ നോക്കടാ ലോല. ഹരിച്ചേട്ടാ. ലോല ചേട്ടാ. Oh, he's Lola's brother. മോനെ എന്തുവാടാ ഇത്? അയ്യോ അത് ഞാൻ ജെട്ടി അലക്കുവായിരുന്നു അതിന്റെ. നീയാണോടാ ഈ വീട്ടിലെ പണിയൊക്കെ എടുക്കുന്നത്? ഞാൻ എന്റെ ജെട്ടി അലക്കുവായിരുന്നു. ആ നിന്റെ ജെട്ടിയാണെങ്കിൽ കുഴപ്പമില്ല. അയ്യോ കണ്ണാടി പുതിയതാ. Ray boy. ചുള്ളൻ. Oh, so this is Lolan's brother who was gone. Oh, I thought till this time that it was Francis's brother. So he probably thought that, George is the one who hit Lolan. That could be. Sorry. My bad. ഇവനെന്തിനാ കരയുന്നത്? ഇവനല്ലേടാ നിന്നെ തന്നെ നിന്റെ കൂട്ടുകാരൻ. അയ്യോ Now I understood. മറ്റേ ഫ്രാൻസിസ് വേറെ കൂട്ടുകാരനാ വലിയത്. കൂട്ടുകാരനാ? പിന്നെ നീ എന്തിനാണ് എന്നെ കണ്ടപ്പോ ഓടിയത്? പാഞ്ഞു വരുന്ന ടിപ്പറിന്റെ അടുത്തും പട്ടിയുടെ അടുത്തും ഒന്നും ആരും നെഞ്ചും പിരിച്ച് നിൽക്കാറില്ല, ഓടാറേ ഉള്ളു. എടാ ഇതെന്റെ ചേട്ടനാ ഹരിച്ചേട്ടൻ. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. മനസ്സിലായി. I also മനസ്സിലായി. ലോല ബക്കറ്റ് കിടന്ന് തുണിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് എനിക്ക് കുളിക്കണം. ആരുടേത്? എന്റെ ചേട്ടനാ ഹരിച്ചേട്ടൻ. ഇന്നലെ പറഞ്ഞില്ലേ? ആ ശംഭു. ഇവനാണോ നിന്റെ തല്ലിയ കൂട്ടുകാരൻ? ചേട്ടാ ഇവനല്ല സോൾവ് ആക്കിയത് പ്രശ്നം. ഞാനെല്ലാം പറഞ്ഞത് ശരിയാക്കേട്ടാ. സംസാരിച്ച് ശരിയാക്കിയാ? ഏത് കിളിയാന്ന് വല്ല നിശ്ചയമുണ്ടോ? ലവ് ബേർഡ്സ്. എനിക്ക് മൂളക്കുരുവിയായിരുന്നു. അതെ. എടാ തല്ലി തീർക്കണം. പണമല്ല തീർക്കണം. Oh, Hari is the aggressive dude, basically. He's the aggressive dude. Like, no compromises. Somebody hits my brother, I'm gonna just bash him. Yo. എന്റെ അനിയനാണ്. ഏതാടാ അവൻ? ഇങ്ങോട്ട് നേടാ. ഇവിടെ വാടാ. ഏതാടാ ഇവൻ? इसको भी पड़ेगा क्या? One chapat? ഞാൻ കൊടുക്കും എന്നെ തലരുത്. ഷിബുവാ ആണോടാ? ആട്ടാ ആട്ടെ. അതേ ചേട്ടാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സത്യം. വെറുതെ കളരി ക്ലാസ്സും കളഞ്ഞിങ്ങാട് കൂടി വന്നു. ഇവിടെ സോൾവ് ചെയ്യാത്ത വല്ല പ്രശ്നങ്ങൾ? Oh, no wonder he's so feisty. He does kalari pattu, huh? That is why. He's strong. ഇവിടെ സോൾവ് ചെയ്യാൻ പ്രശ്നങ്ങളൊന്നുമില്ല. വെറുതെ വന്ന് എന്തായാലും 2 ദിവസം ഇവിടെ നിന്നിട്ട് പോലെ അല്ലേടാ ലോല? 2 ദിവസമോ? 2 ദിവസം എന്താ ഒരാഴ്ച നിന്നൂടെ എന്ന് ഞാൻ ചോദിച്ചത്. ആടാ മോനെ ചേട്ടനൊന്ന് കുളിച്ചിട്ട് വരാട്ടാ. Oh, I noticed in the whiteboard they have written "Feel the freshness inside." Correct. Nobody's gonna bother Lola now. എന്റെ പുതിയ ടീഷർട്ട് ഇട്ടേക്കണം. ഒന്നും കിട്ടിയില്ലല്ലോ. അടങ്ങും. Be careful. ആഹാ നീ മിടുക്കനാണല്ലോടാ. ഇവിടെ സിനിമയുടെ വായിക്കാൻ കേട്ടോ. ഇവന്റെ നീ കാശി നീയൊക്കെ എന്താടാ പേടിച്ചിരിക്കണം? എന്തെങ്കിലുമൊക്കെ ചോദിക്കടാ. കമ്പനിയൊക്കെ ഞാൻ ഭയങ്കര ജോലി കണ്ടോ. ആണാ ചേട്ടാ? ആ വന്നപ്പോ ചോദിക്കണം വിചാരിച്ചാ. ചോദിക്കേ. ചേട്ടനെ ലോലയും കണ്ടാറുണ്ടല്ലോ. ഒരച്ഛനെ പറയത്തേ ഇല്ല. പറയൂലേ? ഒരച്ഛനുണ്ടായെന്ന് പറയൂലേടാ. ചേട്ടാ വിട്ടേക്ക്. നിനക്കും അങ്ങനെ തോന്നണ്ടാ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ലോലിന് താടിയും മീശയും വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ തന്നെ. പറ സ്ഥലത്തില്ലേ? മാറിപ്പോയാ? ഇതിവന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. ഇവന്മാരുടെ ഏരിയ എവിടെയാണ്? സ്ഥലം പോക്ക്, അഡ്രസ് പോക്ക്. ബോംബെയാ. ടിക്കറ്റ് ബുക്ക് ചെയ്തോ? നീയേ ആ കളറിയും ടൂൾസും കൂടി എടുത്തോ. ഞാൻ ദേ ഇറങ്ങി കേട്ടാ. ഞാൻ ദേ ഇറങ്ങി. അത്രക്കായ പോയി വീട് വിട്ട് പോയി. തമ്പുരാൻ വിളിച്ച വിളിയടാ അത്. കഥാവേ, അയ്യോ എന്റെ ടീഷർട്ട്. T-shirt. എവിടെ പോട്ടാ?
മോനെ അത്യാവശ്യമായിട്ട് ചേട്ടന് ബോംബെ വരെ ഒന്ന് പോണ സീൻ പിടിച്ചിട്ടുണ്ട്. എടാ 2-3 ദിവസം ബോംബെയിൽ പണിയുള്ളതാണ്, ഇതുവരെ തരണ ഇപ്പ. വേണ്ട, ചേട്ടൻ കൊണ്ടുപോക്കും, ബോംബെ കൊണ്ടുപോകും. അല്ല ഇത്ര ധൃതി പിടിച്ചെന്തിനാ പോകുന്നത്? മോനെ കഴിഞ്ഞ ആഴ്ച ചേട്ടൻ ഒരു ടീഷർട്ട് വാങ്ങി ഓൺലൈനിൽ നിന്ന്. വീട്ടിൽ വന്നപ്പോ പച്ച ചുരിദാറ് ചോദിക്കണ്ടേ, തല്ലണ്ടേ അവനെ? ബോംബെ പോയി തരണോ അവനെ? ബോംബെ അല്ല, അമേരിക്ക ആണെങ്കിലും കളിയാക്കുവേ. ചേട്ടാ പോയിട്ട് വരാം, പോയിട്ട് വരാം. I like the brother. I want him to be in the future episodes also. Hari. But Shibu didn't get hit. I didn't see the birds above Shibu's head. Patti, yes. ഇത് നിനക്കുള്ള അടിയല്ല, നിന്റെ അച്ഛനുള്ള അടിയാ. ഇമാരി ഉരുപ്പടിനൊക്കെ ഭൂമിയിലോട്ട് ഇറക്കുന്നതിന് കേട്ടോ. I really like this episode. Oh, but but this problem got solved very quickly. It would have been so interesting to see if Hari and Francis had come face to face. That would have been extremely interesting to see. I hope it happens. Oh, this is a longer episode. This is 7 minutes. Okay, episode 13. Is that story true? Is it? നീ എന്തോ ചെയ്യുന്നേ? എടാ ചുമ്മാ കത്തി വന്നിട്ട് കാര്യമുണ്ടോ? ഇതിപ്പോൾ പാട്ടിൻ്റെ ബീറ്റിനനുസരിച്ച് നമ്മുടെ ഐറ്റം സോങ്ങിലൊക്കെ പോലെ ലാസ്റ്റ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് മര്യാദക്ക് നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റാ, അത് നശിപ്പിക്കോ? ശംഭു, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിനോടാണ് നീ പറഞ്ഞത്, നീ ഓർത്തോ? അതെ, ക്രിസ്മസ് വന്നാലേ നാട്ടിലെ പുൽക്കൂടെ എല്ലാം ലൈറ്റ് ചെയ്യുന്ന ആരാന്നറിയാ? ഈ ജോർജാണ്. പിന്നല്ല, പുൽക്കൂടെല്ലാം നമ്മൾ പള്ളിപ്പുറമല്ലയോ? എന്തോരം സ്കൂൾ പിള്ളേരാന്നറിയാം നമ്മുടെ വീട്ടിൽ ക്യൂ. എടാ കോളേജിൽ ഇലക്ട്രിക്കൽ സാർ ഇങ്ങനെ ഒരു റൂള് പഠിപ്പിച്ചില്ലേ? ആ, ഈ റോള് എനിക്കറിയാം. ഇത് കറണ്ട്, ഇത് വോൾട്ടേജ്. അപ്പൊ ഇതെന്തോന്ന്? ഇത് കറണ്ട് അല്ലേ? ഇതല്ല കറണ്ട്. അപ്പൊ 2 കറണ്ട്. അതെ, ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ 2 പേരുടെ റൂള് മതി. Resistance. ഓരോ ചോദ്യങ്ങളായിട്ട് വരും. ഡാ, നീ പോയിട്ടെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യും. അപ്പൊ ഇത് 3 ഇങ്ങനെ മ്യൂസിക്കിനനുസരിച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്യും. കാണാ, പോയി ഓഫ് ചെയ്യും. ഓണാക്കട്ടെ. ഓൺ ചെയ്തോ? Light will go off. I knew it. I knew it. സ്വിച്ച് ഇട്ടപ്പോ തന്നെ കറണ്ട് പോയടാ. അവിടുന്ന് അവൻ അടിച്ചു കളഞ്ഞാണ് കറണ്ട് ഒണ്ടറങ്ങാനിട്ട്. എന്റെ സർക്യൂട്ട് കുഴപ്പമില്ല. Oh, is that story true? So now I think they're going to narrate like ghost stories. So I think that is the reference. വീണായിരിക്കില്ല ഇങ്ങമ്പേല്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, മര്യാദക്ക് ഞാൻ പറഞ്ഞ കുത്തണ്ടാന്ന്. ഈ മെയിൻ സ്വിച്ചിൽ നോക്കിയാലോ? ഈ കറണ്ട് വരുന്നത് വല്ല കറണ്ട് കയറിപ്പോണ്ടെങ്കിലോ? ഞാൻ പരിസരത്തേക്ക് പോയി തന്നെ കൊഴിഞ്ഞാൻ വിട്ടും. എഞ്ചിനീയർമാർക്കൊപ്പം മോനുണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തന്മാര് കുലുക്കി എത്തി. എടാ ഞാൻ ആ കറണ്ടുകളെന്ന് പറയല്ലേ കേട്ടാ. അല്ല, ഞാൻ കളഞ്ഞല്ല, അത് വേറെ കാര്യം. പക്ഷെ ഇതൊന്നും പറയണ്ട കേട്ടാ. നമുക്ക് നാളെ രാവിലെ ഞാൻ ശരിയായിക്കോളാം കേട്ടാ. എന്താ ഓക്കെ അല്ലേ? കേട്ടാ, പറയില്ലല്ലോ? ആ എടാ, എന്താടി ഇവിടെ മാത്രം കണ്ടില്ലാത്ത? ഓലമടല് വീണതാ അല്ലേ? പച്ചോല. പണിയും എടുത്തു വന്ന കരണ്ടൂല, ചൂട്. ഈ മെഴുതിരിയോട്ടം കണ്ടപ്പോൾ ഓർത്തെ, പണ്ടേ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച പിള്ളേരെല്ലാം കൂടെ ഈ കാജാ ബോർഡ് കളിക്കുമായിരുന്നു. കാജാബോടാ? ഈ പ്രയത്തിനൊക്കെ വിളിച്ചു വരുത്തതില്ലേ കോയിനൊക്കെ വെച്ച്? എടാ, ഓജോ ബോർഡറാ പൊട്ടാ. ആ, ഓജോ ബോർഡ്. ഈ ഓജോ ബോർഡിനകത്ത് ഇങ്ങനെ മെഴുതിരിയൊക്കെ വെച്ചിട്ട് കോയിനൊക്കെ വെച്ചിട്ട് പ്രയത്തിനെ വിളിച്ചു വരുത്താൻ നോക്കി. വന്ന് കയറി ആരാന്നറിയോ? ഞങ്ങളുടെ പഴയ മരിച്ചുപോയ പഞ്ചായത്ത് പ്രസിഡന്റ്. അയ്യോ, പുള്ളി പിന്നെ പോത്തില്ല, പുള്ളി ഇറങ്ങത്തില്ല അവിടുന്ന്. പുള്ളി പണ്ട് പണിയാൻ വെച്ച പാലമൊക്കെ പണിതിട്ടേ പോത്തുള്ളൂന്ന് പറഞ്ഞു. പക്ഷെ അവന്മാരങ്ങ് പേടിച്ചു പോയി. പിന്നെ മന്ത്രവാദിയൊക്കെ വിളിച്ചിട്ട് അവന്മാര് പുള്ളിയെ പറഞ്ഞു വിട്ട. എന്ത് തള്ളാൻ? സത്യമാടാ. Satyavada. പ്രേതൊന്നും ഇല്ലേ? നീ സുനിയെ വിളിച്ചു നോക്കി. അതെ. See, this is I think how I'm going to learn the language. I feel. At least couple of words. നമ്മുടെ ഈ വീടിനെ പറ്റി നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു രഹസ്യമുണ്ട്. രഹസ്യോ? ആ, Rest. ഈ വീട്ടില് പണ്ടൊരു ഹിന്ദിക്കാരനും പുള്ളിയുടെ ഭാര്യയും താമസിച്ചിരുന്ന. ഒരു ദിവസം ഭ്രാന്ത് മൂത്തിട്ട്
ഇയാളുടെ ഭാര്യയെ തലക്കടിച്ച് വീട്ടാൻ കൊന്നു. എന്നിട്ട് മണ്ണെണ്ണ ഒഴിച്ച് പച്ചയ്ക്ക് തീ കൊടുത്ത് പുള്ളിയും കിടന്നു, ഈ വീട്ടിൽ കിടന്നു. പിന്നീട് ഇങ്ങോട്ട് താമസിക്കാവുന്ന പല താമസക്കാർക്കും പുള്ളിയുടെ പ്രേതത്തിൻ്റെ ശല്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഹൗസ് ഓണർ തന്നെ നമ്മളോട് നൈസായിട്ട് പറയാതിരുന്നത്. എന്നിട്ട് നീ എങ്ങനെ അറിഞ്ഞു? ഞാനിത് നൈസായിട്ട് അറിഞ്ഞായിരുന്നു. നിർത്ത്. ഒരുത്തൻ തള്ളി മറിച്ചിട്ട് ഇരിക്കണേ, നീയും കൂടെ വേണം. എടാ സത്യമാണ്, നിങ്ങളെ പേടിപ്പിക്കേണ്ടെന്ന് വെച്ച് പറയാണ്ടിരുന്നു എത്ര നാള്. വൈകിട്ട് തുടങ്ങിയ തള്ളാടാ. ആ ലൈറ്റ് കൊണ്ട് ഡിസ്ക്വാളിഫിക്കാന്ന് പറഞ്ഞ് കാട്ടി കൂട്ടിയിട്ടാണ് കുടുംബത്തിലേക്ക് മൊത്തം പോയത്. നീയാണ് ലൈറ്റ് മൊത്തം കൊണ്ടേ കളഞ്ഞത്. സത്യമായിട്ട് ഞാനടാ, അത് പുറത്തോ ലൈനിൽ നിന്നുള്ള എന്തോ കംപ്ലൈന്റ് ആണ്, ഞാനല്ല. ശംഭു വാ, നമുക്ക് നോക്കിട്ട് വരാം. അത് നിനക്ക് ഈ പണിയൊക്കെ അറിയോ? എടാ വല്ല ഫീസ് പോയതായിരിക്കും, വാ നോക്കാം. വാ എടാ ഞാനിവിടെ വേണേ വരാൻ കേട്ടോ, എന്തെങ്കിലും സഹായത്തിനിടാ. അല്ല വേണ്ട, പോകാതിരിക്കുന്ന. എടാ ഈ പറഞ്ഞൊക്കെ സത്യമാണോടാ? എടാ അത് ചുമ്മാടാ, എന്റെ സർക്യൂട്ടിന്റെ കുഴപ്പമൊന്നുമില്ല, ഞാനത് അങ്ങനെ ചെയ്യുമോ മനഃപൂർവ്വം? അതല്ല ഹിന്ദിക്കാരന്റെ കാര്യം. അയ്യോ അത് സത്യമാ. Lolan. താമസിച്ചു തുടങ്ങിയിട്ടൊരു So gullible. ഈ ഹിന്ദിക്കാരൻ പ്രയത്തിന്റെ ശല്യം ഉണ്ടാവുന്നേ. ഇപ്പൊ നമ്മൾ താമസിച്ചു തുടങ്ങിയിട്ടൊരു 3-4 മാസം ആയില്ലയോ? കുഴപ്പമായി തുടങ്ങി. ഏത് നിമിഷവും പ്രേതത്തിന്റെ ഒരു അക്രമം ഉണ്ടാവാം. കറണ്ട് വന്ന്, കർത്താവേ കാത്തോളേ. എടാ ഹിന്ദിക്കാരന്റെ പേരെന്താടാ? Now he's gonna think about it. എടാ ആ ഹിന്ദിക്കാരന്റെ പേരെന്താ? My God, Lolan is so cute and gullible. Oh my God, protect him. നേരത്തെ പറഞ്ഞില്ലയോ? രാജുഭായ്. രാജു പോയോ? എടാ കേട്ടതൊക്കെ സത്യമാണോടാ? വരുമോ അയാള് രാത്രി? ഷിബുവിന്റെ കുലിക്കാണോ സത്യം? വരും, പേടിക്കണ്ട, കിടന്നുറങ്ങിക്കോ. You won't be able to sleep. എടാ ജോർജ്, എടാ എനിക്കടാ എന്തോ സൗണ്ട് കേൾക്കുന്നു. കിടന്നു ഉറങ്ങടാ. എടാ ഷിബു, ശംഭു. Could be a rat. Could be a rat. Or did Hari come back? അയ്യോ എന്താടാ അതിനകത്ത് നോക്കിയ സൗണ്ട് കേൾക്കുന്നു. എന്തോ സൗണ്ട് ഇതിനകത്തോ? നിന്റെ ഫോണടാ പൊട്ട. Potta. Patti and Potta. Okay. Wait! Where is this going? Hello! Okay, I'll stop this. Otherwise, तो एक ही shot में I'll see. Oh my God! Where is this going? So there is a person there. So is it? Please don't tell me this is going to take a supernatural turn. I'm sure it won't. Maybe though frame-wise, body frame-wise, it looks like Shibu. That's who it looks like in terms of the body structure. I don't know. We'll see in the next reaction. Because if it takes that turn, then that will be very interesting. Oh my God. But I really liked in these 3 episodes, I really enjoyed the 13th one with Lolan's brother Hari. That was fun and I really want to see more of him, that aggressive, because both brothers are of course poles apart. He gets angry, Hari gets angry at every
small thing, and Lolan is the most chill guy, so the natures are absolutely poles apart. And I hope he comes back in the future episodes. I hope he comes back. Like, now what, six more episodes are left. So I'm really looking forward to see where this is headed. And the ending of this episode, the 14th episode, was very interesting. I don't know. It could be nothing. It could be absolutely nothing. Maybe that's Shibu only. But if it takes that, that little, hatke wala turn, that will be really amazing. That will be really amazing. So let's see where this goes. I want to see what happens with Francis. So, couple of things that are still open-ended. So the app thing is gone, I feel, when they want to start their own thing, because still all of them are, not all, except Shibu, everyone doesn't have a job yet. So I don't know if that loop is ever gonna get closed. But I want to see if what happens with Francis and them. If we are gonna get a fight between Hari and Francis. So that's there to be seen. And what is gonna happen with Lolan now in the next episode, in the 15th episode? Sorry, not the 15th, the 14th episode. That needs to be seen. So yes, in a very I don't know. I'm really like I've stopped doing any guesswork. So I really will go with the flow and see where this particular story is headed. And like I said in my previous reaction, that I really like how light-hearted and simple it is. And it is really like a breeze. It is like a breeze where you just watch the episodes and go with the flow, and it helps you take your mind off of things around you. You can just watch this and just a feel good, nice, chill kind of series. That's what I am getting the feeling of while watching this. So yes, that was my reaction for episode 11, 12 and 13. I hope you have come till the end of the video and have enjoyed rewatching this series again with me. I'm having a lot of fun, as I always say. And yep, that was it from me today, guys, and I will see you on my next video. Bye bye.